പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായി സ്വർഗം ഒരുക്കിയിരിക്കുന്ന വചനം പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം. എല്ലാറ്റിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരും സമചിത്തരുമായിരിക്കുന്നു. ഈ വചനം മുന്നറിയിപ്പിന്റെ സന്ദേശമാണ്. നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കും. വാച്ച് ആൻഡ് പ്രേ. എൻ്റെ സഹോദര സഹോദരി, ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ജീവിതത്തിലെ പല വ്യഗ്രതകളിൽപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ നമ്മിൽ അനേകരും ജീവിക്കുന്നു. പരിശുദ്ധ മറിയം മെജുകുറിയൻ കുന്നുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇപ്രകാരം പറഞ്ഞായിരുന്നു: പ്രേ പ്രേ പ്രേ. മക്കളെ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നശിക്കുന്ന ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വഴിവിട്ട മ്ലേച്ഛതകളിലേക്ക് പോകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി, ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്ത പുലർത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിഷ്കളങ്കം നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മദ്യപാനികൾ, ജയിലിൽ കഴിയുന്നവരെ എന്ന് വേണ്ട അനേകം ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. ഞാൻ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുകയാണ്. സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ കാലഘട്ടം പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. എല്ലാ വ്യഗ്രതകളും വിട്ടുകളഞ്ഞ് ഈ വചനം നൽകുന്ന മുന്നറിയിപ്പിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയായി മാറുവാനുള്ള അഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പൊന്നു കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പിൽ വിശ്വസിക്കുകയാണ്. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. ഡെയിലി മന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ ദുഃഖിതരാണ്, വേദനിക്കുന്നവരാണ്, ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. കർത്താവെ, അവരെല്ലാം പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ നിറയട്ടെ. ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ, നിറയണമേ, നിറയണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്. ഈ ശുശ്രൂഷ അല്പമായിട്ടെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നമ്മുടെ അനേക സുഹൃത്തുക്കളെ നിങ്ങളിത് അറിയിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവായി നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് പരിശുദ്ധാത്മാവ് സമർത്ഥമായി